മാളൂസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോണി. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് വളരെ കാലമായിട്ട് കൃഷി ഒന്നും ചെയ്യാതെ കാടും പുല്ലും എല്ലാം പിടിച്ചെടുക്കുന്ന ഒരു സ്ഥലം കൃഷിയോഗ്യമായി എടുക്കുന്ന രീതികളാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോകൾ പെട്ടെന്ന് കിട്ടുവാനോ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമർത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ സ്ഥലമാണ് കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മുടെ കൈതയെല്ലാം ഉണ്ട്, കൈതയെ പിടിച്ച് ഇതെല്ലാം ഇനി വെട്ടി ഇതെടുക്കണം. അതുപോലെ തന്നെ പാണിയെല്ലാം കുറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് മുഴുവൻ ചേമ്പായി, വെളിച്ചേമ്പ് ഇതെല്ലാം പറയും. ഇത് ഞാൻ അവിടം വരെ എല്ലാം ഒന്ന് പണിതിട്ടിരിക്കുക. പിന്നെ ഈ കൈത ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ നമുക്ക് പായൊക്കെ ഉപയോഗിക്കാനായിട്ട് എല്ലാ അമ്മമാരെയൊക്കെ വെട്ടിക്കൊണ്ട് പായൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന കൈതയാണ്. അപ്പോൾ ഇത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇത് അങ്ങാറ്റം വരെ ഉണ്ട്. ഇവിടെ എത്ര വേനയ്ക്ക് നല്ല ഇഷ്ടം പോലെ വെള്ളമുള്ള സ്ഥലമായിരുന്നു. നേരത്തെ നല്ല രീതിയിൽ പച്ചക്കറി കൃഷികൾ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നെ കുറേ നാളുകളായി കൃഷികളൊന്നും ചെയ്യാതായി. അങ്ങനെയാണ് ഇതെല്ലാം കാട് പിടിച്ചു പോയത്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം നന്നായിട്ട് ഇനി പാണിയെല്ലാം കോരണം. ഒരുപാട് പണിയുണ്ട്. എന്നാലും ഞാനിതൊരു നല്ലൊരു കൃഷിത്തോട്ടാക്കി എടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ ചേമ്പുകളെല്ലാം പറിച്ചിടും. ഇത് ചേമ്പ് വെളിച്ചേമ്പെന്ന്, ഇത് വെളിയെന്ന് ഇതിൻ്റെ പേര്. ഇതെല്ലാം പറിച്ച് എല്ലാം മണ്ണെല്ലാം കോരി ഇങ്ങോട്ടിട്ട് നല്ല കൃഷിക്ക് യോഗ്യമായിട്ട് എടുക്കണം. ഇത്രയും ഞാൻ തുടങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ മുതൽ ഇനി ബാക്കി ചെയ്യണത്. ഇതെല്ലാം ഇനി പറിച്ച് മാറ്റിയിട്ട് വേണം. മാറ്റിയിട്ട് ഇത് നല്ല വെള്ളം ഒഴുകുന്ന രീതി ആക്കണം. ഇനിയിപ്പോൾ മാറ്റിയിട്ട് ഇതെല്ലാം പറിച്ച് മാറ്റിയിട്ട് നമുക്കിത് പാണി ഇവിടെ കോരണം. പാണി കോരി ഇങ്ങോട്ടും അന്നേരം വെള്ളം താഴോട്ട് ഒഴുക്കി വിടണം. എന്നാലും ഇവിടെ അല്ല, ഇവിടെ മഴക്കാലത്ത് വെള്ളം കയറും. വെള്ളം കയറുന്നതിന് കരക്കണ്ടൊക്കെ വെള്ളം ഒഴുകിയ പൊക്കോളും മഴ കഴിയുമ്പോൾ. എന്നാലും വലിയ മഴ വീഴുമ്പോൾ ഇതെല്ലാം വെള്ളത്തിലാവും. ഇത് പറിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് വേണം. ഇത് കൈതയത് കണ്ടേ. ഇവിടെ ഇങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ ചെയ്ത് കിടക്കുന്നത് ഇങ്ങോട്ടെല്ലാം കയറിയെല്ലാം വളർന്നത്. എൻ്റെ സ്വന്തം സ്ഥലമൊന്നുമല്ല ഇത്. ഇവിടെ അടുത്തൊരു ആളുടെയാണ്. അപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞ് മേടിച്ചാണ്. അപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പായ ഉണ്ടാക്കുന്ന കൈതയായിരുന്നു. ഈ കൈതയുടെ ഓല കൊണ്ടാണ് ഈ വലിയ പായ ഉണ്ടാക്കുന്നത്, നെല്ല് ഉണങ്ങാനായിട്ട്. ചിക്കുപായ എന്നതിന് പറയുന്നത്. അപ്പം ഇതെല്ലാം ഈ കൈത എന്ന് പറയുമ്പോൾ ഓലയൊന്നും കാണത്തില്ല. ആൾക്കാരെല്ലാം വന്ന് ഈ ഓലയെല്ലാം ചെത്തിക്കൊണ്ട് പോകുമായിരുന്നു. കൈതയുടെ തണ്ട് മാത്രം കാണും എപ്പോഴും. നല്ല വരുന്ന ഓല എന്നാലേ എത്തിക്കൊണ്ട് പോകും. ഇപ്പം പായൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് ഇപ്പം ഇതുകൊണ്ട് കൈത കൊണ്ടുള്ള പായൊന്നും വരാത്തത് ഉണ്ടാക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കൈതയുണ്ട്. ഇത് വലിയ ഭയങ്കരമായിട്ട് വലിപ്പം വെക്കുന്ന കൈതയാണ്. നല്ല പൊക്കം വെക്കുന്നത്. ആദ്യം ഞാൻ ആ വീഡിയോ കാണിച്ചത് നിൽപ്പുണ്ടാകും. അത് നല്ല നീളമുള്ള കൈത, നല്ല പൊക്കമുള്ള. ഇതിപ്പം ചാഞ്ഞ് കിടക്കുന്നുണ്ടോ, ചെറുതായിട്ട് തോന്നുന്നു. പിന്നെ ഇത് വലിയ കഷ്ടപ്പാടാണ് ഇതൊക്കെ വെട്ടിയെടുക്കാണ്. മുള്ളാണ് അത് മുഴുവനും. പിന്നെ നമ്മൾക്ക് കൃഷിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. നമ്മളോട് പലരും എന്നോട് ചോദിച്ചു, ഇത് എന്തിനാണ് ഇത്, വേറെ പണിയൊന്നുമില്ല, ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ഇതൊക്കെ ഇത് ശരിയാക്കി എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ പണിത് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഏത് സ്ഥലവും നമുക്ക് കൃഷിയോഗ്യമാക്കി എടുക്കാം. അതൊന്നും സാരമില്ലെന്ന് പറഞ്ഞ് ഞാനിത് ചെയ്യുന്നു. ഒരു 10-15 ദിവസം നന്നായിട്ട് പണിതെങ്കിലോ ഇതൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ കൃഷിയിടത്തിൽ കൈതക്കാടെല്ലാം വെട്ടി ഇതുകൊണ്ടോ കൈതെല്ലാം വെട്ടി ഇങ്ങോട്ട് ഇട്ടിരിക്കുക. ഇനിയിപ്പം നമുക്ക് ഈ വെളിച്ചേമ്പെല്ലാം കൂടെ ഒന്ന് പറിച്ചിട്ട് ഇതിന് പണ കോരണം. പണ കോരി മണ്ണ് ഇത് ചെളിയാവും. ഒരു വർഷങ്ങളായിട്ട് ഇത് കൃഷി ചെയ്ത് കിടന്നപ്പോൾ തന്നെ ഈ വെളിച്ചേമ്പിൻ്റെ എല്ലാം തണ്ടും അതിൻ്റെ തടയെല്ലാം ചീഞ്ഞ് കണ്ടമാനം ചെളിയാണ്. ഇതെല്ലാം കോരി ഇങ്ങോട്ട് ഇടണം. എന്നിട്ട് വേണം നമുക്കൊരു 2 വാരം ആദ്യം ശരിയാക്കി എടുക്കണം. എന്നിട്ട് അകത്ത് കൃഷി തുടങ്ങിയിട്ട് വേണം അതിൻ്റെ അപ്പുറത്തോട്ടുള്ള നമുക്ക് ഒന്ന് ശരിക്കും ഒന്ന് കൃഷിയോഗ്യമാക്കി എടുക്കാൻ. അപ്പോൾ ഇത് കണ്ടോ, അത് മണൽ ഇതുണ്ടാവും. മഴ പെയ്തപ്പോൾ കണ്ടത് മണൽ തെളിഞ്ഞിരിക്കുന്നുണ്ടോ. ഇതാ ഇവിടുത്തെ അതായത് മണ്ണിൻ്റെ പ്രത്യേകത. ഇത് നല്ല വേരോട്ടാക്കി കിട്ടുന്ന മണ്ണാണ്. ഇവിടെ കൃഷി ചെയ്താൽ നന്നായിട്ടുണ്ടാകും. പണ്ടിവിടെ ചേമ്പ് കൃഷി ഉണ്ടായിരുന്നു, താമരക്കണ്ണൻ ചേമ്പെന്ന് പറയുന്നത്. അതെല്ലാം നശിച്ചു പോയി. ഇപ്പോൾ ആരും കൃഷി ചെയ്യാതെ. നല്ല ചേമ്പായിരുന്നു അത് ഈ വെള്ളത്തിൽ വളരുന്നതായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ല. അതിപ്പോൾ പണ്ടത്തെ നമ്മുടെ കാരണവന്മാരൊക്കെ കൃഷി നടത്തിയപ്പോൾ തന്നെ പിള്ളേരായപ്പോൾ തന്നെ കൃഷിയെല്ലാം നിർത്തിപ്പോയി. അപ്പം അതൊക്കെ വിത്തൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇനിയിപ്പം നമുക്കിത് നന്നായിട്ട് ഈ ചേമ്പെല്ലാം കൊത്തി വെളിയെല്ലാം കൊത്തി ഇങ്ങോട്ട് എടുക്കണം. അതൊരു നല്ല പണിയാണ്. പിന്നെ
നമ്മൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ് നമുക്ക് കൃഷിയോഗ്യമാക്കി എടുക്കാം. പിന്നെ നമ്മൾ ചെളിക്കകത്ത് പണിയുമ്പോഴത്തേന് നമ്മളിപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഈ ചെളിക്കകത്തൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ നോക്കി, പിന്നെ ഈ വെള്ളം നന്നിട്ട് മഴ പെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് ഒഴുകി പൊക്കോളും. ഇങ്ങനെയുള്ള സ്ഥലം വൃത്തിയാക്കുവാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങുമ്പം ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ മുൻകരുതലൊക്കെ എടുക്കണം. കാരണം എന്താ വെച്ചാൽ ഈ എലിപ്പണി കാര്യങ്ങളൊക്കെ ഈ ചെളിക്കകത്ത് നിന്ന് വെള്ളത്തിന് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നൊക്കെയാണ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. പിന്നെ ഈ ഫംഗസ് രോഗങ്ങൾ അതും ചെളിയിൽ നിന്നൊക്കെ പറയുന്നത്, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ നമ്മൾ സൂക്ഷിച്ച് ചെയ്തേച്ചാൽ മതി. നീ ഇതെല്ലാം കൊത്തി എടുക്കണം, നല്ല പണിയുണ്ട്. ഇതിപ്പോൾ ഈ ചേമ്പും എല്ലാം ഇതിൻ്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടാണ് ഈ വെള്ളം ഒഴുകി പോകാത്തത്. ഇത് നന്നായിട്ട് തെളിച്ച് കഴിയുമ്പോൾ താഴോട്ട് വെള്ളം ഒഴുകി പൊക്കോളും. പിന്നെ കുറേ എല്ലാം കൈതക്കാടാണ്, അതെല്ലാം കൃഷി ചെയ്യാതായപ്പോഴത്തേന് അവിടെയെല്ലാം കൈത വന്ന് കഴിഞ്ഞപ്പോഴത്തേന് അങ്ങനെ വെള്ളം തടസ്സമായിപ്പോയി ഒഴുകിപ്പോകാനായിട്ട്. അങ്ങനെയൊക്കെ ഒരു ഇതായിപ്പോയി. അല്ലായിരുന്നു ഈ വെള്ളം ഒട്ടും ഇവിടെ നിൽക്കുകയില്ല. ഇത് ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമല്ല, ഇത് വെയ്ത്ത് വെള്ളമാണ്. വെള്ളം മഴ പെയ്തും വരുന്നു, പിന്നെ അത് ഒഴുകിപ്പൊക്കോളും, അല്ലാതെ വെള്ളം കയറി വരികയില്ല. പിന്നെ എത്ര വേനയ്ക്ക് ഇവിടെ വെള്ളമുണ്ട്. അപ്പം നമ്മുടെ കൃഷിയിടത്തിൻ്റെ മുകളിൽ കൂടെ ട്രെയിൻ വരുന്നത്. ഇപ്പം ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ ഒരു ലൈനേ ഉള്ളൂ, അടുത്ത ലൈനിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ. ഇതാണ് ഈ കൈത കൊണ്ടിട്ടിരിക്കുന്ന പാല. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഇത് നല്ലതാണ്, കാരണം ഇത് നല്ല ബലമുണ്ട്, നല്ല മൂത്ത കൈതയാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ കണ്ടത്തിലൊക്കെ പണിയുമ്പോഴത്തേന് ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, കാരണം ഈ കൈതകളുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ വെട്ടിയിടും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കാം. ഇവിടെ ഇഷ്ടം പോലെ മീനുണ്ടായിരുന്ന, ഞാൻ നേരത്തെ ആദ്യം തുടക്കത്തെ പറഞ്ഞു, മുഷിയായിരുന്നു. നാടൻ മുഷി എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല. അയ്യോ, അത് കാണണം, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാരി മുഷി, ആരോ. പിന്നെ ചെമ്പല്ലി എന്ന് പറയുന്ന ഒരു മീനുണ്ടായിരുന്നു, മുതുമ്പില, നെറ്റിയ, പൂഞ്ഞ, ഇങ്ങനെ കുറേ മീനുകളുണ്ട്. ഇപ്പോൾ ഒന്നും കാണാനില്ല, എല്ലാം നശിച്ചു പോയി. ഇപ്പം ഒരു മീനെയും കാണില്ല. പിന്നെ ഇപ്പോൾ ഊത്ത കയറുന്ന സമയത്ത് ഏപ്രിൽ മെയ് അവസാനമൊക്കെ ആകുമ്പോൾ തന്നെ അവിടെ ചില ഏപ്രിൽ അവസാനമോ മഴ പോലെ ഇരിക്കും ഊത്ത കയറുന്നത്. അപ്പോൾ ഇപ്പം കൂടുതലും വരുന്ന പുല്ലൻ. അത് സർക്കാർ ഇവിടെ ആറ്റിലും ഒക്കെ കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്ന, കാരണം ഈ മീനെല്ലാം ഇല്ലാതായപ്പോൾ തന്നെ ആൾക്കാർക്ക് ഇത് മീൻ പിടിച്ച് ഉപജീവനം നടത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി അത് ഊത്ത കയറുമ്പോൾ ഇങ്ങനെ കയറി വരും. പിന്നെ ഇപ്പം പഴയ മീനിന് ഇവിടെ ഉള്ളത് ഇപ്പം ചെമ്പല്ലി ഇപ്പം കാണുന്നുണ്ട് ഇഷ്ടം പോലെ, അതേ ഉള്ളൂ. ഇപ്പം മുഷിയോ കാരിയോ ആരോനോ ഇതൊന്നും കാണാനില്ല. അതുകൊണ്ട് ഈ പനയാരോൻ എന്ന് പറഞ്ഞൊരു മീനുണ്ടായിരുന്നു, നമ്മുടെ കൈയുടെ എത്ര നീളം വരും ചിലതിനൊക്കെ, അതിനേക്കാളും നീളമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇല്ല ഇപ്പം. ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരു വീട്ടുകാർക്ക് ഒരു കറിക്കുണ്ടായിരുന്നു, അതൊന്നും ഇല്ല ഇപ്പം. ഇപ്പം ഈ വെളിച്ചേമ്പ് കൊത്തിയെടുക്കുന്ന ഒരു പണി, അതോടെ കൊത്തിയെടുത്ത് കഴിഞ്ഞാൽ പണ കോരി ചെളിയെല്ലാം കോരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പണി തരാം. പിന്നെ നമുക്ക് കൃഷി ചെയ്യാം. ഈ പുല്ലുമെല്ലാം ചേർത്ത് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നന്നായിട്ട് തടം എടുക്കണം, ഇച്ചിരി പൊക്കി എടുക്കണം. എന്നിട്ട് ആദ്യം പയർ കൃഷി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇച്ചിരി പൊക്കി തടം എടുത്തില്ലെങ്കിൽ വലിയ മഴ വരുവാണെങ്കിൽ വലിയ മുകളിൽ നിന്നുള്ള വെള്ളമല്ല ഇതിലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ, പക്ഷേ വെള്ളം കയറി കിടക്കത്തില്ല, മഴയങ്ങ് മാറി ഒരു ദിവസം വരെ മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ വെള്ളം കിടക്കുള്ളൂ. അല്ലെങ്കിൽ മഴയങ്ങ് മാറി വെള്ളം താഴോട്ട് ഒഴുകി പൊക്കോളും, അങ്ങനെ കുഴപ്പമില്ല. എന്നാലും ഒരു ദിവസമൊക്കെ മഴ നിന്ന് പെയ്യുവാണെങ്കിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ വെള്ളം കയറി കഴിഞ്ഞാൽ പയറൊക്കെ പഴുത്തു പോകും. അപ്പം തടയിച്ച് പൊക്കിയെടുക്കണം. അപ്പം അങ്ങനെയൊക്കെയുള്ള പണികളുണ്ട്. അപ്പോൾ നമ്മുടെ കൈതക്കാടും വെളിച്ചേമ്പും എല്ലാം കാട് പിടിച്ച് കിടന്ന ഈ സ്ഥലം ഞാൻ ഇത് പോണക്ക് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം 2 വാരം നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് കൃഷി ചെയ്തുകൊണ്ട് വേണം അപ്പുറത്തോട്ടൊക്കെ ശരിയാക്കി എടുക്കാനായിട്ട്. ഇനിയിപ്പം കൃഷി ചെയ്യുമ്പോഴത്തേന് വേണം നല്ല രീതിയിൽ ഇത് ഇനിയും ഒരുപാട് പണിയുണ്ട്. ഈ പണയൊക്കെ കോരണം. അപ്പോൾ ആദ്യം പയറിട്ടുകൊണ്ട് വേണം ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട്. ഈ പണയിലെല്ലാം കാട് പോലെ വെളിച്ചേമ്പും കൈതയായിരുന്നു.
അതെല്ലാം നമ്മൾ വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പണയെല്ലാം കോരിയെടുക്കണം. നമ്മൾ കണ്ടത്തി കൃഷി ചെയ്യുമ്പോൾ ഇതുപോണൊക്കെ കൂന എടുക്കണം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഈ 2-3 മണിക്കൂർ ഇവിടെ മഴ നിന്ന് പെയ്യുവാണെങ്കിൽ ഇവിടെ വെള്ളം ഈ വാരത്തിലോട്ട് കയറി വരും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഇവിടെ വെള്ളം കയറി വരുന്ന സ്ഥലമല്ല, ആറ്റിൽ നിന്ന് വെള്ളം കയറി വരുന്ന സ്ഥലമല്ല, ഇത് പെയ്ത്തുള്ളൂ ഇവിടെ. അപ്പോൾ അത് മഴ നിന്ന് കഴിഞ്ഞ് 1-2 മണിക്കൂറിനകത്ത് ഇറങ്ങിപ്പോക്കോളും. എന്നാലും മഴ ഒരു ദിവസമൊക്കെ നിന്ന് പെയ്യുവാണെങ്കിൽ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കൃഷിയുടെ തടത്തിലേക്ക് വെള്ളം കയറിയ കൃഷി പഴുത്തു പോകും. എന്നെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പയറോ പാവലോ പടവലൊക്കെ ചെയ്താൽ. അപ്പോൾ നമ്മളിങ്ങനെ കൂന കൂട്ടിക്കൊടുക്കണം. ഇപ്പോൾ വാരത്തിൻ്റെ മുകളിലായതുകൊണ്ട് വലിയ ഉയരത്തിൽ കൂന വേണ്ട. പക്ഷേ കണ്ട ലെവല് കണ്ടം കിടക്കുവാണെങ്കിൽ വെള്ളത്തിനനുസരിച്ച് നമ്മൾ കൂനയ്ക്ക് പൊക്കം കൂട്ടിക്കൊടുക്കണം. ഇതിപ്പം ഈ വാരത്തിന് മുകളിലായതുകൊണ്ട് വലിയ പൊക്കം വേണ്ട. അപ്പോൾ ഇനിയിപ്പം ഇതെല്ലാം അവിടം വരെ ഇങ്ങനെ 2 വാരത്തെ മുഴുവൻ ഇങ്ങനെ കൂന എടുത്ത് നമ്മളൊരു അകലമുണ്ട്. നമ്മളിപ്പോൾ ഒരു 8 അടി അകലത്തിലാണ് ഇത് ഒരേ കൂന വെക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ആ സൈഡിലോട്ട് വരുമ്പോഴത്തേന് ഒരു 10-15 അടിയോളം വരുമെന്ന് തോന്നുന്നു. അങ്ങോട്ട് 15 10-13 അടിയെങ്കിലും അങ്ങോട്ട് ഇത് കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ നേരെ ഒരു ലൈൻ ഇങ്ങനെ 8 അടി അകലത്തിനാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡിലോട്ട് കൂടുതൽ സ്ഥലം കിട്ടും. ഈ പയറിനോ അല്ല മറ്റേ പാവലൊക്കെ ഇടുകയാണെങ്കിൽ എന്തിനാണെങ്കിലും പടരാനായിട്ട് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇനിയിപ്പോൾ ഇത് പോണക്കുന്ന കൂന എടുക്കണം. അപ്പോൾ നമുക്ക് കൂന എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് കാണിക്കാം. നമ്മളിപ്പോൾ കൂന എടുക്കുന്ന അത്രയും വട്ടത്തിൽ ആദ്യം ഒന്ന് പുല്ല് ചെത്തിക്കളഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. കാരണം അന്നേരം ഈ പുല്ല് ഒക്കെ നമുക്ക് പെട്ടെന്നത് കൊത്തി തട്ടിക്കളയാനായിട്ട് പറ്റും. ഇപ്പം എങ്ങനെ അപ്പോൾ നമ്മൾ ആ കൂനയുടെ വട്ടത്തിൻ്റെ ചുറ്റും അകമൊന്ന് ആദ്യം കിളച്ചിട്ട് വേണം 4 സൈഡിൽ നിന്നും ഇങ്ങനെ മണ്ണ് കയറ്റാനായിട്ട്. അല്ലെങ്കിൽ നടു ഇങ്ങനെ തറഞ്ഞു കിടക്കും. നമുക്ക് ആ കൂനയുടെ വലിപ്പം അനുസരിച്ച് ആ വട്ടത്തിൻ്റെ അകം മുഴുവൻ ആദ്യം കിളയ്ക്കണം. ഇതിങ്ങനെ 4 സൈഡിൽ നിന്ന് ഇങ്ങനെ മണ്ണിങ്ങനെ കയറ്റിയാൽ മതി. ഇത് നല്ല വെയിലുറയ്ക്കണം. വെയിലുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഈ കട്ട നന്നായിട്ട് ഉണങ്ങിയിട്ട് പൊടിയണത്. ഇതിപ്പോൾ നല്ല കുഴഞ്ഞ് കിടക്കുക. അപ്പോൾ അത് പൊടിഞ്ഞ് കിട്ടിയാൽ ഇവിടെ നല്ല വെയിലുണ്ട്. ഇപ്പം 2 ദിവസമായിട്ട് മഴയൊന്ന് മാറി നിൽക്കുക. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇത് കുഴയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കൂന എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഈ പുല്ല് വട്ടം ചെത്തിയിട്ടാണ് ഈ കൂന എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 2 കൂന എടുത്തപ്പോൾ പുല്ല് എത്താതെ അപ്പോൾ അത് കട്ടയായിട്ടിരിക്കുക. അതിനിപ്പം അത് ഉണങ്ങും പൊടിഞ്ഞ് പുല്ല് നമ്മൾ വേർതിരിച്ചെടുക്കാം. ഇപ്പം ഇതിപ്പോഴൊക്കെ നമ്മൾ പുല്ല് ചെത്തിയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമുണ്ട് കട്ടയൊക്കെ പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്തേച്ചാൽ മതി. അപ്പോൾ നമ്മുടെ കൃഷിയുടെ ഒരുക്കിയതിൽ ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞ് ഇപ്പം ഞാൻ പയറും തടയെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം പയർ നട്ട് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഈ പണയെല്ലാം താക്കാനുണ്ട്. ബാക്കി അപ്പുറത്തോട്ട് കിടക്കുന്ന സ്ഥലം കൂടെയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഓരോ കർഷകരും ലക്ഷക്കണക്കിന് കർഷകർ ഇതേപോലെയല്ല ഇതിനേക്കാളും കഷ്ടപ്പെട്ടാണ് ഓരോ കൃഷിയിടങ്ങൾ ഒരുക്കിയെടുത്ത് കൃഷി ചെയ്ത് നമ്മുടെ രാജ്യത്തുള്ളവർക്ക് എല്ലാവർക്കും ആഹാരത്തിന് വക കണ്ടെത്തുന്നു. അപ്പോൾ അവരുടെ കഷ്ടപ്പാടുകളും കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ വീഡിയോയിലൂടെ എല്ലാവരിലും ഒന്ന് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം എനിക്ക് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എല്ലാവർക്കും വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ സൗകര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്ഥലങ്ങൾ നമുക്ക് ഇതേപോലെ വൃത്തിയാക്കി നമ്മൾ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ കൃഷി ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റിലൂടെ എല്ലാവരും മറക്കാതെ അറിയിക്കണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ എനിക്കും ഈ ചാനലിന് നൽകിക്കൊണ്ടിരിക്കുന്ന പ്രോത്സാഹനവും സ്നേഹത്തിനും ഒക്കെ ഒരിക്കൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ പൂർത്തിയാക്കുകയാണ്. കൃഷിയെക്കുറിച്ചുള്ള വേറെ ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും.